പ്രിയമുള്ളവരെ, കേരള കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി മറ്റം ഫൊറോന സബ്സോൺ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 2026 മാർച്ച് 12-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി വരെ എളവള്ളി സെൻറ് ആൻ്റണീസ് പള്ളിയിൽ വെച്ച് സബ്സോൺ ആനിമേറ്റർ റവറൻഡ് ഫാദർ ജെയ്സൺ മാറോക്കി നേതൃത്വത്തിൽ വിശുദ്ധ ബലി, വചന സന്ദേശം, സ്തുതി ആരാധന, വചന പ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന എന്നിവ ഉണ്ടായിരിക്കും. കുനമുച്ചി, മറ്റം, ചിറ്റാറ്റുകര, എളവള്ളി എന്നീ ഇടവകളിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങളാണ് ഈ ജൂബിലിയോടനുബന്ധിച്ചുള്ള ഏകദിന ധ്യാനത്തിൽ സംബന്ധിക്കുന്നത്. ഏവർക്കും എളവള്ളി സെൻറ് ആൻ്റണീസ് പള്ളിയിലേക്ക് സുസ്വാഗതം. അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കടന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ച കുർബാനയ്ക്ക് നമുക്ക് വളരെ അനുഭവവേദ്യമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിന്ന് കുറച്ച് സമയം ആ കുർബാനയുടെ സമയം കുറച്ച് സമയം ഒന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഏത് രീതിയിലാണ് നമ്മൾ ഈശോയെ ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത പ്രകാരമായിരുന്നു. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3 യുവാക്കളെ ദൈവത്തെ സ്തുതിക്കുന്നത് എപ്രകാരമാണ്. 3 പേരെ നമുക്കറിയാം. ശദ്രാഖ്, മേശാഖ്, അബേദ്നെഗോ എന്നുള്ള 3 പേര് ദാനിയേലിനോടൊപ്പം തന്നെ ഇസ്രായേൽ ജനത്തെ പരിപൂർണമായിട്ട് തോൽപ്പിച്ച് നബൂഖദ്നേസർ രാജാവ് അവിടെയുള്ള ജനങ്ങളെ ഇവരെ അടിമകളാക്കി കൂട്ടിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് ഏതാനും പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്റെ കൊട്ടാരത്തിൽ വേല ചെയ്യുവാനായിട്ട് കുറച്ച് പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടതായിട്ട് സൗകര്യങ്ങളൊക്കെ കൊടുക്ക്, ഭക്ഷണം കൊടുക്ക്, അതുപോലെ വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്ക്, ഏറ്റവും നല്ല ആൾക്കാരെ വേണമെന്ന് തിരഞ്ഞെടുക്കാൻ, യുവാക്കളായിരിക്കണം, സുന്ദരായിരിക്കണം, സുന്ദരന്മാരായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ഈ ഇതിൽ 4 പേരെയാണ് നമ്മൾ പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ദാനിയേല്, അതുപോലെ തന്നെ ശദ്രാഖ്, മേശാഖ്, അബേദ്നെഗോ എന്ന പേരുള്ള ഈ 4 പേര്. ദാനിയേൽ രാജാവിനുണ്ടായ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരുടെ വിശ്വാസമാണ് എന്നെ അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആകർഷിച്ചത്. കാരണം അത്രമാത്രം ശക്തിശക്തമായിട്ട് അവരെ ഒന്നുമില്ല, അവർക്ക് കിടപ്പാടമില്ല, വീടില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, അവരെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയത്ത് പോലും ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തതയാണ് കുറച്ചുകൂടി എന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശദ്രാഖ്, മേശാഖ്, അബേദ്നെഗോ ഈ 3 പേരും ദാനിയേലടക്കം ആ രാജസന്നിധിയിൽ അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തപ്പോഴും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്തരത്തിലുള്ള രാജകീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടില്ല, ഞങ്ങള് ഭക്ഷണമൊക്കെ വളരെ ലളിതമായിട്ട് സസ്യാഹാരം മാത്രമേ നിങ്ങൾ കഴിക്കുള്ളൂ, വീഞ്ഞോ മറ്റു ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നിട്ട് അവിടുത്തെ ഒരു ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തിയോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അലിവ് തോന്നി. അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനായിരിക്കും, എന്റെ ജോലിയായി ഞാൻ അവശേഷിക്കപ്പെടുക. അപ്പൊ അവർ പറഞ്ഞു, 10 ദിവസം ഞങ്ങൾക്കൊന്നും ഈ സസ്യാഹാരം മാത്രം തന്നെ നിങ്ങളെ നോക്ക്, ഞങ്ങൾ അവരുടെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. 10 ദിവസം കൊണ്ട് നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ വളരെ ശക്തമായി പുഷ്ടിപ്പെട്ട് കഴിയുന്ന ഈ 4 പേരെയാണ് അവർ കാണുന്നത്. പ്രിയപ്പെട്ടവർ, അവരുടെ വിശ്വാസത്തിന്റെ ശക്തിയാണ് അവർ മറ്റൊന്നും പാപപങ്കലമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പങ്കെടുക്കില്ല, മദ്യപിക്കില്ല, അതുപോലെ തന്നെ മാംസാഹാരം കഴിക്കില്ല. അവര് വളരെ ശക്തമായിട്ടുള്ള മൃതമായിരുന്നു അവര്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്തോട് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ നമുക്ക് എപ്രകാരം സ്തുതിക്കാനായിട്ട് സാധിക്കണം. ഒരു പരിപൂർണ്ണ സമർപ്പണത്തിന്റെ ഒരു സ്തുതി അല്ലെങ്കിൽ ഒരു ജീവിതം നമുക്ക് നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കുക. ശദ്രാഖ്, മേശാഖ്, അബേദ്നെഗോ ഈ 3 പേരും കർത്തൃസന്നിധിയിൽ അത്രമാത്രം വിശ്വസ്തരായിരുന്നുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങള്
ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ വിട്ട് വേറൊന്നും ചെയ്യുകയില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രാജാവിനെ ഇവിടെ നമ്മൾ കാണുകയാണ്. ഇവരെ വിളിച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ അവിടുത്തെ നബൂഖദ്നേസർ രാജാവ് അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമല്ല, അവിടെ പ്രതിബിംബത്തെ ബിംബത്തെ ആരാധിക്കണം, അവിടെ ഉണ്ടാക്കിയ ആ ബിംബത്തെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഒഴികെ ബാക്കിയൊന്നും ഞങ്ങൾ ചെയ്യില്ല, ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് അവര് അതിശക്തമായ രീതിയിൽ അവർ പറയുകയാണ്. ശദ്രാക്കും മെഷാക്കും അബേദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ രാജാവേ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല, ഞങ്ങൾക്ക് ഒരു വേറൊരു ഉത്തരമില്ല നിങ്ങൾ പറയാനായിട്ട്. രാജാവെ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂടയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടെ നിങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നിന്റെ ദൈവമാരെയോ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇവരുടെ മുൻപിൽ നമ്മുടെ വിശ്വാസം എന്താണ്? ഈ ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ ഈ മൂന്ന് പേരുടെ വിശ്വാസത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും വിശ്വാസം ദൈവസന്നിധിയിൽ എത്രമാത്രം ആഴമായ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ആയിരിക്കാൻ നാം ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ഈ പ്രത്യേകിച്ച് നോമ്പുകാലത്തോട് കടന്നു പോകുമ്പോൾ കരിസ്മാറ്റിക് ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുമായി നമ്മോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിന്റെ മുന്നിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ എപ്രകാരം പ്രതികരിക്കുമെന്ന്. ഈ മൂന്ന് യുവാക്കൾക്ക് എന്തൊക്കെ വന്നാലും, എരിയുന്ന തീച്ചൂടയിൽ നിങ്ങൾ നശിക്കേണ്ടി വന്നാലും, ഇനി ദൈവം സഹായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്നും പിന്മാറുകയില്ല എന്നുള്ളത് ആഴമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്തെല്ലാം തകർച്ചകൾ വന്നാലും, എങ്ങനെയൊക്കെ ഞങ്ങൾ വേദനിക്കേണ്ടി വന്നാലും, നിങ്ങളുടെ രാജ്യമില്ലാതായാലും, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചാലും, നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും, രോഗങ്ങൾ വന്നാലും, വേദനകൾ വന്നാലും, ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തുതിക്കുവാനായിട്ട് ഏതാനും നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട്, നമ്മുടെ സഹോദരനോട് ചേർന്നുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പരിപൂർണമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് അതിശക്തമായ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കൈകളടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനും വചനം ശ്രമിക്കുവാനും വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടുകൂടെ പങ്കുചേരുവാനും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നോമ്പുകാലവും നമ്മുടെ ജീവിത നവീകരണത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നോമ്പിലെ ഈ ധ്യാനത്തിൽ നമുക്ക് ഏറ്റവും ഒരുക്കത്തോടുകൂടെ പങ്കുചേരുവാനും ഏറ്റവും ഭക്തിയോടുകൂടി വിശുദ്ധ ബലി അർപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധ ബലിക്കായിട്ട് എടുക്കാം. തിരുബലിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, വിശുദ്ധ കുർബാനയിൽ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിക്കൊണ്ട് ഞങ്ങൾ ഒന്നായി തീരുവാൻ
തിരുമനസ്സായതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ രക്ഷാക രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ തിരുബലി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ, ഈ വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരുവാൻ തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ തിന്മകളും യേശുനാമത്തിൽ കുരിശിന്റെ അടയാളത്താൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ബന്ധിക്കുന്നു. കർത്താവായ യേശുവേ, തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും ഞങ്ങളെ ഓരോരുത്തരെയും, ഈ പരിസരത്തെയും ഈ ഇടവകയെയും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ സമാധാനം ഞങ്ങളെല്ലാവരിലും നിറയട്ടെ. ഹല്ലേലൂയ. മനസ്സിലാരോടെങ്കിലും ഒരു ചെറിയ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ വ്യക്തികൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അനുരഞ്ജിതമായ ഹൃദയത്തോടുകൂടെ ആത്മാവോടുകൂടെ ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. വലിയ കുരിശടയാളം വരച്ച് നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ അഭയത്തെ, നമ്മുടെ പ്രവൃത്തികളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീരാ ഒരുമയോടി ബലി അർപ്പിക്കാം. അധ്യായം 4 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവേ, സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിനെ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വഴികളുടെ പ്രകാശമാണ് അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിലനിർത്തുന്നത്. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ബൈബിളിലെ മനോഹരമായിട്ടുള്ള ഒരു ദൈവാനുഭവത്തിന്റെ ഒരു സംഭവമാണ് നമ്മളിന്ന് വായിച്ചത്. നമുക്കറിയാം, ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജെറീക്കോയാണ്. 3000 വർഷം പഴക്കമുള്ള ഒരു പട്ടണമാണ്. ഇന്ന് വരെ അത് നശിച്ചിട്ടില്ല. അപ്പോൾ യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പട്ടണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും അവിടെ സക്കേവൂസ് കയറിയിരുന്നു എന്ന് പറയുന്ന ആ സിക്കമൂർ മരം അവരെ വളരെ കാര്യമായിട്ട് തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ജെറീക്കോ പട്ടണത്തിലൂടെ ഈശോ കടന്നു പോകുന്നു. ജെറീക്കോയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 400 അടി താഴ്ചയിലുള്ള ലോകത്തിലെ അപൂർവ പട്ടണങ്ങളിൽ ഒന്നാണ് ജെറീക്കോ പട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജെറീക്കോയിലൂടെ യേശു കടന്നു പോവുകയാണ്. ജെറീക്കോ കടന്ന് ആണ് പിന്നെ ഈശോ ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ഏതൊരു നഗരത്തിൽ ചെന്നാലും പട്ടണത്തിൽ ചെന്നാലും അവിടെ യാചകരെ ഉണ്ടായിരിക്കും. പണ്ടത്തെ പോലെ ഇന്നും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കൂട്ടം യാചകരെ ഒരു
ബർത്തിമിയൂസ് എന്നാണ്. ബെർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം മകൻ എന്നാണ്. തിമിയൂസിന്റെ മകൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബർത്തിമിയൂസിന്റെ പ്രത്യേകത, അവൻ എന്തായിരുന്നു? അവനെ കണ്ണു കാണില്ലായിരുന്നു, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ബഹളം വെച്ച് പോകുന്നത് കണ്ടപ്പോൾ ബർത്തിമിയൂസ് അടുത്തിരുന്ന കണ്ണു കാണാൻ പറ്റുന്ന ആളോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, ഇതിലൂടെ നസ്രായന യേശു കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കണ്ണ് കാണാത്ത, കണ്ണുപൊട്ടനായിട്ടുള്ള ഈ ബർത്തിമിയൂസ് കണ്ണു കാണാൻ സാധിക്കുന്ന ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രത്യേക കാര്യം തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഈ കണ്ണ് കാണാത്ത ആളുകളെ കുറിച്ച് നമ്മൾ വിചാരിക്കും, അയ്യോ പാവം. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് മറ്റ് ഇന്ദ്രിയങ്ങൾ നമ്മളെക്കാൾ കഴിവുള്ളതാണ്. ശബ്ദം കൊണ്ട് ഇപ്പോഴും നമുക്ക് ഈ നമ്മുടെ തീസോമിൽ പോയി കഴിഞ്ഞാൽ ജോസേട്ടൻ ഉണ്ടായിരുന്നു. 20 വർഷം മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഇപ്പോഴും ഞാൻ എന്റെ ശബ്ദം കേട്ടാൽ ജയസനല്ലേ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു ഇന്ദ്രിയത്തിന് ഒരു ഇച്ചിരി കഴിവ് കുറവുണ്ടെങ്കിൽ, ശക്തി കുറവുണ്ടെങ്കിൽ, മറ്റിന്ദ്രിയത്തിന് അതിന്റെ ഇരട്ടി ശക്തി കർത്താവ് കൊടുക്കും. അങ്ങനെ ഈ മനുഷ്യന്റെ ആന്തരിക ഇന്ദ്രിയത്തിന് ദൈവം പ്രത്യേക അഭിഷേകം കൊടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എല്ലാവരും പറഞ്ഞു നസ്രായനായ നസ്രത്തിൽ നിന്നുള്ള യേശുവാണ് ഇതിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് മനസ്സിലായി ഇത് ചില്ലറക്കാരനല്ല പോകുന്നത്, ഇതിലൂടെ പോകുന്ന ആരാണ്? ലോകരക്ഷകനായ ദാവീദിന്റെ പുത്രനായ യേശുവാണ്. ഈ യേശു എന്നൊരു വാക്ക് പറഞ്ഞാൽ എന്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചില്ലറക്കാരനല്ല യേശു. മറ്റെല്ലാവരും പറയുന്ന പോലെയല്ല. പലപ്പോഴും നമ്മള് ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് അങ്ങനെയൊക്കെ കാണുമെന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ചില നിങ്ങളെന്നെ ഉദ്ദേശിച്ചത്, ചിലരുടെ അടുത്ത് വന്നിട്ട് പറയാം, അച്ഛാ ഇന്ന് അപ്പം കിട്ടിയില്ല, അല്ലെങ്കിൽ അപ്പം കിട്ടി, അല്ലെങ്കിൽ അപ്പം കഴിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഗോതമ്പ് അപ്പമല്ല, യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ യേശു ക്രിസ്തുവാണ്, ഈശോ ആണ് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നത് എന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മുടെ ക്രൈസ്തവർക്ക്, കത്തോലിക്കർക്ക് പലർക്കും ഇല്ല. പലരും പറയുന്നത് ഇപ്പോഴും അപ്പം സ്വീകരിച്ചോ, അപ്പം കിട്ടിയോ, അപ്പം എങ്ങനെയാ തന്നത്? പ്രിയപ്പെട്ടവരുടെ യേശുവാണ്, യേശു ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ കാലഘട്ടത്തിൽ ഈശോ ഒരുപാട് ആളുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തിൽ നമ്മുടെ അടുത്ത് തന്നെയുള്ള കണ്ണൂരിലെ വിളക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായിക്കൊണ്ട് 1300 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയും നമ്മോട് പറയണം, ഇത് വെറും അപ്പമല്ല, പിന്നെ ആരാണ്? ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യന് അത് മനസ്സിലായി. അതുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ബാക്കി എല്ലാവരും, എല്ലാ യാചകരും എന്തെങ്കിലും തരണമേ എന്ന് പറയുന്ന പകരം ഇവൻ പറയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അത് അങ്ങനെ വെറുതെ പറയല്ല, ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, അതൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും, നിങ്ങളല്ല, ചിലപ്പോൾ നമ്മുടെ ഇടവദേവാലയത്തിൽ ഹല്ലേലൂയ പറയുമ്പോ ആയിക്കോട്ടെ ഹല്ലേലൂയ. അങ്ങനെയല്ല, ഈ ബർത്തിമിയൂസ് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ അടുത്തുള്ള ആളുകള് ബർത്തിമിയൂസിനോട് പറയണം, നീ എന്ത് പൊട്ടനാണ്, നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഇത് ആൾക്കാർ നോക്കും, ആൾക്കാർ കാണില്ലേ, നീ മിണ്ടാതിരിക്കി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ്, നമ്മൾ യേശുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫുൾ ടൈം വെറുതെ ആർക്കും പ്രശ്നമില്ല. എന്നാൽ നമ്മളൊരു ധ്യാനത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദ്യമായി, എന്തിനാണ് ധ്യാനത്തിന് പോകുന്നത്? വീട്ടിൽ വേറെ പണിയില്, ഇവിടെ ഇരുന്നാ പോലെ, ഇവിടെ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? ഇനിയിപ്പോ വേറെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഇവിടെ പള്ളിയിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇവിടെ വീട്ടിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എന്തിനാ പോകുന്നത്? ഇത് നമുക്ക് സ്ഥിരമുള്ള എല്ലാവരും ജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് ഇത് അവർ വെറുതെ പറയുന്നതല്ല, കാരണം നമ്മളില് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ധ്യാനത്തിലേക്ക് വരുന്ന, ഈ ഏകദിന ധ്യാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള
എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ ആരെങ്കിലും നിർബന്ധപ്രകാരം വന്നിട്ടുള്ളവരോടൊന്നും കൈവക്കാമോ? 1, 2, ചിലപ്പോൾ ഒരു തലവേദന ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് സ്കൂളില്ല, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ആരുമില്ല, അപ്പൊ കൊണ്ടിരിക്കണം. എന്തെങ്കിലും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇവിടേക്ക് വരുന്നത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഉറപ്പായിട്ട് വിശ്വസിക്കണം, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്നുണ്ടെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ടാണ് നീ അവിടേക്ക് പോകുന്നതിന് പരമാവധി തടസ്സം ഉണ്ടാകുന്നത്. ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് GPS എന്റെ വഴിയെത്തിച്ച് വേറെ സ്ഥലത്തോട്ട് ഞാൻ 10 എത്തുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രാവശ്യം പോകുന്നത്, 1 വർഷങ്ങൾക്ക് മുമ്പ് പോകുന്നത്. പക്ഷെ എനിക്ക് വഴിയൊക്കെ വളരെ കൺഫ്യൂഷൻ ആയി. അപ്പോൾ ഞാൻ GPS വന്നിട്ട് ഞാൻ വേറെ താമസിച്ച പള്ളിയോടെ എത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മളെ ഒരു പ്രവർത്തനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു നന്മയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അറിയുന്നവർ, മനസ്സിലാക്കുന്നവർ, വിശ്വസിക്കുന്നവർ അപ്പോൾ ഈ മനുഷ്യനോട് പറയുകയാണ്, നീ പതുക്കെ പറയേ, നിലവിളിക്കേണ്ട, ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന കാര്യമില്ല, ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? എന്നാ ശരി, എല്ലാവരും പറഞ്ഞാൽ ഒന്നും വിടണ്ട. അല്ല, അങ്ങനെയല്ല ചെയ്തത്. അവൻ എന്താ ചെയ്തത്? അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു. അവൻ നേരത്തെ തന്നെ ശബ്ദത്തിന്റെ ഇരട്ടി ശബ്ദത്തിൽ, 10 ഇരട്ടി ശബ്ദത്തിൽ അവൻ വിളിച്ചു പറയാണ്, ദാവീദിന്റെ പുത്രാ യേശുവേ. അങ്ങനെയുള്ളവർക്കാണ് ദൈവിക ദാനങ്ങൾ ലഭിക്കുന്നത്, കൃപകൾ ലഭിക്കുന്നത്. നമ്മളൊരു തടസ്സം ഉണ്ടാകുമ്പോൾ എന്നാ വേണ്ട, മതി, മറ്റുള്ളവർക്ക് പറയാനേ, നീ വേണ്ട, അല്ലെങ്കിൽ ചെറിയ തലവേദന എന്നാ പോണ്ട, അങ്ങനെ പറഞ്ഞ് നന്മ ചെയ്യുന്നത് മാറി നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃപയും ലഭിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ പ്രാർത്ഥിക്കണമെന്ന് തോന്നിക്കഴിയുമ്പോൾ, നമുക്കത് വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം തോന്നിക്കഴിഞ്ഞ് നമ്മൾ പക്ഷേ നമ്മുടെ ഇടവ ദേവാലയത്തിലേക്ക് പോകാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ കയറി പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നു. അപ്പോഴായിരിക്കും 100 കൂട്ടം ഫോൺ. അതുവരെ ഫോണിന് ഒരു കുഴപ്പമില്ല. 100 കൂട്ടം ഫോൺ വരാൻ പോകുന്നത് അപ്പോഴായിരിക്കും. അല്ലെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് അപ്പോഴായിരിക്കും. അയ്യോ, അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ല, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട എന്തൊക്കെ പറഞ്ഞ് അവസാനം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതിനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ കൃപ ലഭിക്കുള്ളൂ, ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കുള്ളൂ. ഹല്ലേലൂയ, അത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ നിലവിളിച്ച് പറയുകയാണ്. നിലവിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ചങ്ക് പൊട്ടുന്ന മാതിരി, അല്ലെങ്കിൽ തൊണ്ട കീറുന്ന മാതിരി ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ്, ദാവീദിന്റെ പുത്രാ യേശുവേ. അവനൊരു നാണവുമില്ല, ഒരു ആരുടെ എതിർപ്പ് അവൻ പരിഗണിക്കുന്നതേ ഇല്ല. അവനറിയാൻ പോകുന്നത് ആരാണ്? യേശുവാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉള്ളത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉള്ളത് എപ്പോഴാണ്? കിട്ടിയാ കിട്ടി, പോയാ പോയി. പ്രാർത്ഥിച്ചേക്കാം, കിട്ടിയ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. എന്നാൽ കർത്താവിനോട് നമുക്ക്, ഈശോ ആണ് ഇവിടേക്ക് വരാൻ പോകുന്നത്, കർത്താവിന്റെ ജീവിതത്തെ സ്പർശിക്കുമെന്നുള്ള ഒരു ഉറപ്പുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസമാണ് ഈ ബർത്തിമേയുവിന്റെ പ്രത്യേകത. അപ്പോൾ ഇവൻ ഇങ്ങനെ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ യേശു നേരിട്ട് അങ്ങനെ കടന്നു ചെല്ലുകയല്ല ചെയ്തത്. യേശു കുറെ ആളുകളെ അങ്ങോട്ട്, ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ അങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ഈ പരിസരത്തെ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ വേദന അനുഭവിച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴായിരിക്കും യേശു നിന്റെ മനസ്സിൽ തോന്നി, അവിടെ പോയി കണ്ടോളൂ, അവനെ പോയിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് യേശുവിന്റെ ഒരു സ്വരമായിട്ട്, അതാണ് മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനത്തിന്റെ നിലവിളിയുടെ ഉത്തരമാണ് നിങ്ങൾ. ജനത്തിന്റെ നിലവിളിയുടെ ഉത്തരമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുത്ത് നിന്നിരുന്നവര്, സുവിശേഷം പറയാണ്, യേശുവിന്റെ കൂടെ നടന്നിരുന്നവര്, അവരെ ആണ് യേശുവിന് വേണ്ടി ഈ ബർത്തിമേയുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവർ പറയുന്ന 3 കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് യേശു നമ്മോട് പറയുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട്, നമ്മളെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കരിസ്മാറ്റിക് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് മറ്റുള്ളവരോട് പറയുന്നത്. 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ?
എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. പിന്നെന്താണ്? എഴുന്നേൽക്കുക. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത് ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു എന്ന് വിളിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഒന്ന് പറഞ്ഞ ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശുവിനെ വിളിക്കുന്നു. ഇത് നമ്മളോട് ഓരോരുത്തരോടും ഈശോ പറയുന്ന ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലായിരിക്കാം, പ്രതിസന്ധികളിലായിരിക്കാം, ഈശോ എന്നോട് പറയണം ധൈര്യമായിരിക്കും. ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യം, ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ നാളെ ഒരു ജപ്തി വരുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ചില രോഗങ്ങൾ, ചില മാരക രോഗങ്ങൾ ഒരുപക്ഷെ അതിന്റെ ഒരു റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നതായിരിക്കാം. നീ ഒരുപക്ഷെ നിസ്സഹായമായി പോകുന്ന അവസ്ഥയില് കർത്താവിനോട് പറയണം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിരിക്കുക. ഒരു കൂട്ടം പറഞ്ഞ് ധൈര്യമായിരിക്കുക. നമ്മുടെ ജീവിതത്തോട് പറയാം ധൈര്യമായിരിക്കുക. ഒന്ന് പറഞ്ഞ മനസ്സിലൊന്ന് പറഞ്ഞ ധൈര്യമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, നമ്മുടെ പ്രവർത്തന മേഖല, നമ്മുടെ ആരോഗ്യ അവസ്ഥയാണെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളെ അലട്ടുന്ന കാര്യങ്ങളിൽ കർത്താവിനോട് പറയാൻ ധൈര്യമായി ഭയപ്പെടേണ്ട. എനിക്കറിയാമല്ലോ, എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ആ കാര്യങ്ങളാണ്. ബൈബിളിൽ എത്ര പ്രാവശ്യമാണ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? 365 പ്രാവശ്യം എന്നാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ധൈര്യമായി. മനുഷ്യന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ അല്ലെങ്കിൽ പാപത്തിന്റെ ഒക്കെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നാണ്. ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം തളർന്നു പോകും, നിരാശപ്പെട്ടു പോകും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യരോട് പറയണ ധൈര്യമായിരിക്കുക. നമ്മളോട് ഓരോരുത്തരും പറയുന്ന കാര്യമാണ് ധൈര്യമായിരിക്കുക. പിന്നെന്താണ് പറയുന്നത്? എഴുന്നേൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേൽക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കി ഇരിക്കാതെ അവിടുന്ന് എഴുന്നേൽക്കണം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ അവിടുന്ന് എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു നിരാശപ്പെടുന്ന ഒരു കാര്യമാണ്, രോഗം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്നല്ല പറയട്ടെ. നേരെ എഴുന്നേറ്റ് എവിടേക്ക് പോകണം? യേശുവിന്റെ അടുത്തേക്ക് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിന്നെ വിളിക്കും, യേശു വിളിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, ഞാൻ ഒല്ലൂക്കര പള്ളിയിലായിരുന്നപ്പോൾ ഒരു മേരി ചേച്ചിയെ കൂടെ പറയാനുള്ള ഒരു കാര്യമാണ്. 75 വയസ്സാണ് മേരി ചേച്ചി എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈ കർത്താവിന്റെ പടങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അച്ഛൻ്റെ കയ്യിൽ പടങ്ങൾ തന്നോളൂ. അപ്പൊ ഞാൻ ഇടയ്ക്ക് DBCSC ബിഷപ്പ് പടങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ പടങ്ങൾ മേടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ കുർബാന കഴിഞ്ഞാൽ, കഞ്ഞികുടി കഴിഞ്ഞാൽ, രാവിലെ കഞ്ഞിയാണ് കുടിക്കുന്നത്. ആ കഞ്ഞികുടി കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് ഇറങ്ങുക ഈ പടം മേടിച്ച്. അപ്പൊ അവിടെ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ, അത് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്ന് നോക്കുന്നതില്ല, എല്ലാ വീട്ടിലും കയറിയിട്ട് അവരോട് സംസാരിക്കും, പ്രാർത്ഥിക്കും. അതിനുശേഷം അവരോട് പറയും ഈ ഫോട്ടോ തിരുഹൃദയത്തിന്റെ ആയിരിക്കാം, ക്രിസ്തുരൂപത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മാതാവിന്റെ ആയിരിക്കും, എന്തായാലും ആ ഫോട്ടോ കട്ടിലിന്റെ അടിയിൽ വെച്ചോളോ, പ്രാർത്ഥിച്ചോളോ, കർത്താവ് സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ സുവിശേഷ പ്രവർത്തകയാണ്. യൂട്യൂബിലൊക്കെ യേശുവിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും 85-ാമത്തെ വയസ്സിലാണ്, ഇപ്പോൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഈ വിഷയപ്രവർത്തനം എവിടെയാ നടത്താം? അതിനിപ്പോ ഉത്തരേന്ത്യയിൽ പോകണം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകണം. അല്ല, വിഷയപ്രവർത്തനം നടത്തുന്നത് ആരംഭം നമ്മുടെ വീട്ടിലും അതുപോലെ പരിസരങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലുമാണ് യേശുവിനെ കൊടുക്കേണ്ടത്. യേശുവിനെ എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ വേദനിക്കുന്ന ആളുകള്, പ്രയാസപ്പെടുന്ന ആളുകള്, അവരെ കണ്ടിട്ട് നമ്മൾ പറയണം ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. അതാണ് ഈ എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരും ചെയ്യേണ്ട ഒരു വലിയൊരു ദൗത്യമാണ്, വലിയ ദൗത്യമാണ്. കാരണം മറ്റുള്ളവരിലേക്ക് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, പോകുന്നു, വീണ്ടും വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു, വീണ്ടും വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ പ്രിൻസിപ്പാളെ പിതാവ് പറയും കുളിപ്പിച്ചവരെ വീണ്ടും കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുളിക്കാത്തവരുടെ പറയാറുണ്ട്. യേശുവിനെ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. അവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ പറ്റണം. നമ്മൾ വിചാരിച്ചാൽ അവരെന്ത് പറയും? ഇതാണ് നമ്മൾ പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യം. അവരെന്ത് പറയും? അവരെന്ത് വിചാരിക്കും? ഇനിയിപ്പോ അവര് പ്രശ്നമാവോ? ഇനിയിപ്പോ വേറെ വല്ല പ്രശ്നമാവോ? മിണ്ടാണ്ടിരുന്ന കുഴപ്പമില്ലല്ലോ. എന്നിട്ട് യേശുവിന്റെ സ്നേഹം എത്തിക്കാൻ വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും ഇപ്പൊ ഈ മെഴുകുതിരി ഇരിക്കുന്ന പോലെ
ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് ഇതിനുള്ള വലിയ ഉപകാരമുണ്ടോ? ഈ നല്ല ഉപകാരമുണ്ടോ? അതിങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ കത്തിച്ചേക്കാം. അതൊരു ചടങ്ങ് പോലെ നമ്മൾ കത്തിച്ചോട്ടെ. ഇതാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു. നമ്മളിതിങ്ങനെ ആർക്കും കൊടുക്കാണ്ടത് ഇങ്ങനെ വലിയ വെളിച്ചം കത്തിക്കണ്ട. അങ്ങനെ സാധനം കത്തുന്നുണ്ടോ? കത്തുന്നുണ്ട്. വെളിച്ചൊന്നും കത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കട്ടുപോകരുത്. ഇങ്ങനെ മൂടി വെച്ചോട്ട്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം മറ്റുള്ളവർക്ക് വേദനിക്കുന്നവരോട് നിങ്ങൾ പറയാം. നിങ്ങൾ ആരും പോയി മാമസം ഓടിപ്പോയിട്ട് മാമസം തോന്നല്ല വേണ്ടത്. യേശുവിനെ കുറിച്ച് പറഞ്ഞൂടെ? യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞൂടെ? യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ സുഖപ്പെടുത്തുമെന്നൊന്നും പറഞ്ഞുകൂടെ? എന്താ നഷ്ടം നമുക്ക്? അങ്ങനെ വന്നിട്ട് നമ്മള് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. കാരണം എന്തായാലും മനുഷ്യർ ഒരിക്കലും മരിക്കും. എന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈശോ പറയണേ, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കും. കാരണം നിങ്ങൾ സ്ഥലം എവിടെ ഉറപ്പാക്കി കഴിഞ്ഞു? സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥലം ഉറപ്പായി കഴിഞ്ഞു. സ്വർഗത്തിലെ സ്ഥലം ഉറപ്പായി. അപ്പോ സുവിശേഷത്തെ പ്രതി വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്, സന്തോഷിക്കുന്ന പറഞ്ഞാൽ സന്തോഷിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കണം. മറ്റുള്ളവർ നിങ്ങൾ കളിയാക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, വഴക്ക് പറയുമ്പോൾ സുവിശേഷത്തെ പ്രതിയാണെങ്കിൽ നിങ്ങൾ ആഹ്ലാദിക്കണം. കാരണം സ്വർഗീയമായ മഹത്വം നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷത്തെ പ്രതി എവിടെന്നെങ്കിലും തെറി കേട്ടുള്ളവരുണ്ടെന്നോ കൈപൊക്കി, ഏതെങ്കിലും ചീത്ത വാക്ക് തെറി കേട്ടുള്ളവരുണ്ടെങ്കിൽ കൈപൊക്കുക. അവരോട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് കൈയടിച്ച് ഉറക്കെ കൈയടിച്ച്. കാരണം സുവിശേഷത്തിന് വേണ്ടി ഒരിക്കൽ തെറി കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, സ്വർഗ്ഗരാജ്യം നിങ്ങൾക്ക് സ്വന്തമായി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വന്ന ഈ ആളുകൾ എന്താ പറയുന്നത്? ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ. അപ്പോൾ യേശു വിളിച്ചു, യേശു എന്നെ കാണുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ മനുഷ്യൻ ഒരു മിനിറ്റ് പോലും അവിടെ നിന്നില്ല. അവൻ ചാടി, കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. കുതിച്ചാടി. യാചകനാണ്, കണ്ണും കാണില്ല. ആൾക്കാർ മുഴുവൻ നമ്മുടെ സ്ഥലത്ത് അവൻ കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. എന്താണ്? അവന്റെ പുറകുപായം അവനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, യേശുവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ചില പുറകുപായങ്ങൾ ഊരിക്കളഞ്ഞേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ, ചില പുറകുപായങ്ങൾ നമ്മളെ യേശുവിൽ അകറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം ഓടിയാലും അകത്തില്ല. ചിലപ്പോൾ ചില വിദ്വേഷത്തിന്റെ ചെറിയ കാര്യങ്ങളായിരിക്കും. വെറുപ്പ്, വിദ്വേഷം, അല്ലാന്നുണ്ടെങ്കിൽ ചില പാപങ്ങൾ, ചില മേഖലയിലുള്ള പാപങ്ങൾ, അത് നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ അടുത്തേക്ക് എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചാലും ആ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില തിന്മകളുണ്ട്. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കുംഭസാരങ്ങളുടെ കൂദാശയുടെ ഊരിക്കളഞ്ഞ് വേണം എവിടേക്ക് എത്തുവാൻ? എവിടേക്ക് എത്തുവാൻ? യേശുവിന്റെ അടുത്തേക്ക് എത്തുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യരോട് യേശു ചോദിക്കുകയാണ്, അതിന് എന്താ വേണ്ടത്, ചെയ്തു തരേണ്ടത്? ഉടനെ ആ മനുഷ്യൻ പറയണം, കർത്താവ്, എനിക്ക് അവളെ കാണണം, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം. യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവരെക്കാൾ എത്രയോ ഉൾക്കാഴ്ചയുള്ള വ്യക്തിയാണ് ആ യേശുവിനെ. അതിൽ നസറത്തിൽ നിന്ന് വരുന്ന യേശുവിനെ എല്ലാവരും കണ്ടപ്പോൾ ആ യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ആ യേശുവിന്റെ അടുത്ത് എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. വിശ്വാസത്തോടുകൂടെ ആ സൗഖ്യം വാങ്ങിച്ച് അവൻ തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസത്തോടുകൂടെ, ഈ ധൈര്യത്തോടുകൂടെ, ഈ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. നമ്മളെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാത്രം അനുഗ്രഹമായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ദേശത്ത്, നമ്മുടെ ഏതൊക്കെ മേഖലകളും അവിടെയൊക്കെ അനുഗ്രഹമായി തീർന്നത് വേണം നമ്മളെ. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ കുറെ കാര്യങ്ങൾ, നമുക്ക് തലവേദന മാറി, നമ്മുടെ കാലുവേദന മാറി, മുട്ടുവേദന മാറി, നമ്മുടെ സ്ഥലം വിറ്റു, അതിനല്ല ഈശ്വരനെ വിളിച്ചിരിക്കുന്നത്. ഇതിലൂടെ എല്ലാം അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളിലൂടെ നീ ഒരു അനുഗ്രഹമായി കാണണം. അനേകർ യേശുവിനെ കൊടുക്കണം. അനേകർ യേശുവിന്റെ അടുത്തേക്ക് എത്തുന്നതിന് നീ ഇടയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ്
വേണ്ടി നീലകാവിൽ അച്ഛനെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകൾ തിരുത്തിപ്പറവൻ എന്നുള്ള സഹോദരനാണ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ഇനി ഏകദേശം 1 മണി 1:15 കടന്നു വന്നിരിക്കുക. അപ്പൊ ഇവർ രണ്ടുപേരെയും നമുക്ക് കൈകടിച്ച് നമ്മൾ ശുശ്രൂഷ സ്വാഗതം മേഖലയിലെ പ്രവർത്തനമൊക്കെ ആയിട്ട് ഞാൻ വളരെ അടുത്തറിയാവുന്ന ഒരു അച്ഛൻ ഇന്ന് നിങ്ങളുടെ ആനിമേറ്റർ അച്ഛനായിട്ട് കൂടി ഉണ്ടെന്നും ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്ന അച്ഛനാണെന്ന് അറിഞ്ഞപ്പോ ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും സന്തോഷമാണോ? ആണല്ലേ? മറ്റുള്ള ഇടവുകൾ സജീവാക്കണ്ടേ? വേണം. അതുകൊണ്ട് യേശുവിനെ അടിച്ച ആ കൊളുത്തിലുള്ള ചാട്ടവാറ് ഞങ്ങൾ മേടിക്കും. നല്ല പടത്തിൽ ഹല്ലേലൂയ, 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 ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. സാധാരണ നമ്മുടെ രൂപതയിൽ നിന്ന് നമ്മുടെ ഷാജു കുഞ്ഞുക്കര ബ്രദറും സണ്ണി കാട്ടുകാര ബ്രദറൊക്കെ ഇങ്ങനെ തളർന്നിരിക്കുന്ന ആറിപ്പോയത് ചൂട് പിടിപ്പിക്കുക അധികം വീട് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വളരെ സജീവമായിട്ട് 11 വകയല്ലേ? 11 അതെ 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 അതെ. ഇവരെന്താണ് ആവേശം? ബിസിനസ്സാണോ? അല്ല, 12 മണി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ചെറുതായിട്ട് ചൂടുണ്ട്, ചെറുതായിട്ട് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നമ്മളെ തളർത്താൻ പാടില്ലെന്ന്. ദിവസങ്ങൾക്ക് കണ്ടിന്യൂസ് ശുശ്രൂഷയാണ്. നാളെ കോഴിക്കോടാണ്. ഒരു എന്തെങ്കിലും ക്ഷീണം നമുക്ക് കഴിയുന്നവരെ വളരെ കണ്ണൊക്കെ പറഞ്ഞു നോക്കാൻ 7 ദിവസം ഭക്ഷണം അത് ഞാൻ ഉപവാസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒക്കെ ചെല്ലണം. ഞാൻ എന്തോ ഒരു പ്രത്യേകത നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേക അടുപ്പുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിവിടെ വരുന്ന ഒരു സെന്റ് ആൻഡ്രീസ് ചർച്ചാന്ന് അറിയുകയും ഒരാളെ അനുഭവം അറിയാം, ജോൺസൺ ബ്രദർ അറിയാം. ഇവിടെ വന്നപ്പോഴാണ് മിഞ്ഞാന്ന് മച്ചാട് സെന്റ് ആൻഡ്രീസ് പള്ളിയിലായിരുന്നു. അപ്പോ അധികം സെന്റ് ആൻഡ്രീസ് ചർച്ചിലേക്കാണ് കൂടുതലായി വിളിക്കപ്പെടുന്നത്. അപ്പോ അന്തോണിസ് കുഞ്ഞോളായ ഒരു പ്രത്യേക അടുപ്പം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആ സ്നേഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പോരാ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ഞങ്ങൾ കാണുന്നു. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ ഞങ്ങളുടെ ഭാരങ്ങളും ഒഴിഞ്ഞ് അവിടുത്തെ ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ മാറ്റണം. തിരുരക്തം ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ
വിശുദ്ധയിൽ സമർപ്പിച്ചെങ്കിൽ കൂടി ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ഇടവകയെ സമർപ്പിക്കാം, നമ്മളുടെ സബ്സോനെ സമർപ്പിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയനായിട്ടുള്ള ജീസനച്ചിന് സമർപ്പിക്കാം, ഇളവള്ളി സെന്റ് ആനീസ് ഇടവകയെ സമർപ്പിക്കാം, ഇടവക വൈദികൻ ഫ്രാൻക്ലിനച്ചന് സമർപ്പിക്കാം, നമ്മുടെ കോർഡിനേറ്റർ സമർപ്പിക്കാം, നമ്മുടെ ഇടവകകളിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളെ സമർപ്പിക്കാം. നമ്മുടെ സബ്സോണിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരംഭിക്കാത്ത ഇടവകളെ നമുക്ക് സമർപ്പിക്കാം. ആ ഇടവകളിൽ ഈ വർഷം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ തുടങ്ങാനായിട്ട്, ഉയർന്നു വരാനായിട്ട് നമുക്ക് ഈ സമയം ഈ ഇളവള്ളി സെന്റ് ആനീസ് ദേവാലയത്തിലെ കൂട്ടായ്മയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ഇടവകളിലെ കടബാധ്യത മൂലം വലയുന്ന ഒരു വ്യക്തി പോലും ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തിക തകർച്ച നേരിടുന്ന ഒരു വ്യക്തി പോലും നമ്മുടെ ഇടവകളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സബ്സോണിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമ്പത്തിക ഭദ്രത നമ്മളുടെ ഇടവകളിൽ ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും, നമ്മുടെ സബ്സോണിലെ ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് മെയ് മാസമാണ്, ഇയർ എൻഡിങ് അല്ല, മാർച്ച് മാസമാണ്, ഇയർ എൻഡിങ് ആണ്. ബാങ്കുകളിൽ നിന്ന് എന്നെ സൂക്ഷിച്ചോക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ബാങ്കുകളിൽ നിന്ന്, സൊസൈറ്റികളിൽ നിന്നൊക്കെ ലെറ്ററുകളൊക്കെ വരുന്ന സമയമാണ്. തിരിച്ചടവ്, കുടിശ്ശിക, ഇതൊക്കെ അടയ്ക്കാനെന്ന് പറഞ്ഞ് ലെറ്ററുകൾ നേരിട്ട് വന്ന് നമ്മളെ ഒക്കെ പേടിപ്പിക്കുന്ന ഒരു മാസമാണ് ഈ മാർച്ച്. അങ്ങനെ പേടിച്ച് നിരാശപ്പെട്ട് ആകുലപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ നമ്മുടെ ഇടവകയിലെ, നമ്മുടെ സബ്സോണിലെ ഒരു പ്രാർത്ഥന കൂട്ടായ്മകള് നമ്മുടെ സബ്സോൺ ഇടവകളിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോ ഒരു കുടുംബമോ നമ്മുടെ ഇടവകയിൽ ഉണ്ടാകാൻ പാടില്ല. രോഗികളായ ഒരു വ്യക്തി പോലും നമ്മുടെ ഇടവകയിലോ നമ്മുടെ കുടുംബത്തോ ഉണ്ടാകാൻ പാടില്ല. നാവിനാൽ
പാടങ്ങി സ്നേഹസംഗീതം പാടും. എല്ലാവരും ഒന്ന് ചേർന്ന് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ കുറച്ച് ഇവരോട് കാണിക്കാം. എന്നോടല്ല. ഇവിടുന്ന് പോകുമ്പോഴേ ഇതിന് നീളമില്ലാവാം. നീട് വന്ന് നീയല്ലേ ശാരീരിക ശാരീരിക തലക്കുണ്ട് ആരും കാണാണ്ട് ബൈബിൾ ആരും കാണണ്ട. അത് നീ ഇതിന്റെ പോസ്റ്റ് അതിവിടെ പോകുമ്പോൾ അങ്ങനെയല്ല ബൈബിളൊക്കെ ചെയ്തിങ്ങനെ പോവാം. ഹല്ലേലൂയ. 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 ഞാൻ ഒരു ടിപ്സ് പറഞ്ഞുതരാം. അതായത് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അതായത് ഇത് നമ്മൾ ദിവ്യകാരുണ്യ ഈശോ തന്നെയാണ് നമ്മൾ കയ്യിരിക്കുന്നത്. രണ്ടും ദൈവമാണ്. അതായത് അത് അപ്പത്തിൻ്റെ രൂപത്തിലാണ് അവിടെ സഹായിച്ചിരിക്കുന്നെങ്കിൽ ഇത് വചനത്തിൻ്റെ രൂപത്തിലാണ് മാത്രം. അതുകൊണ്ട് നിങ്ങളൊരു ചെറിയൊരു പോക്കറ്റ് ഒരു ബൈബിളിൽ സങ്കല്പിക്കും. അതിനൊരു കാശം വരും. എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഇതുണ്ടാവണം. ഇത് ഭയങ്കര പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമുക്ക് വിജയമുണ്ടാവും. ഇപ്പൊ നമ്മൾ ജവമാല കയ്യിലുണ്ടാവില്ല, വെന്തിക്ക് ചിലപ്പിണ്ടാവില്ല. ഇതുപോലെ എവിടെ പോകുമ്പോഴും നിങ്ങൾ സെന്റിക്ക് മുമ്പ് കാര്യമില്ല പറഞ്ഞു. ഇത് നമ്മുടെ കയ്യിലുണ്ടാവുക. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ തന്നെ ഈ ബാഗ് ഉണ്ടാവും. ഈ ബാഗിന്റെ ഒരു കള്ളി ഇതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അതില് മുട്ടുസൂചി, സേഫ്റ്റി പിൻ, സ്ലൈഡ്, ചീർപ്പ്, ലിപ്സ്റ്റിക്ക് ഇതൊന്നും വയ്ക്കുക. അത് ഈ ബൈബിൾ വയ്ക്കാൻ വേണ്ടി മാത്രം. ചെറിയ വലിയ ബൈബിളിന് ഏറ്റവും നന്നായി. ഞാനിപ്പോൾ അതിനൊക്കെ ഒരു അസൗകര്യമായാലും വിചാരിച്ചിട്ടാണ്. ആ ചെറിയ ബൈബിൾ കിട്ടും. ആ ബൈബിള് മേടിച്ച് എപ്പോഴും നമ്മുടെ കൂടെ നടക്കും. കിടക്കുമ്പോൾ തലയ്ക്കാൻ മാത്രം നിൽക്കട്ടെ. എനിക്ക് വലുത് വയ്ക്കാൻ വേണ്ടി വലുത് വെച്ചോ, ഇല്ലായിട്ട് വയ്ക്കാനല്ല പറഞ്ഞേ. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും. കാരണം ദൈവം എവിടെയും പറയുന്നത് ദൈവത്തെ പരീക്ഷിച്ചിരുന്നാണ്, അല്ലേ? പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. എവിടെയത്? ദശാംശം കൊടുത്ത് മാത്രം നിങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു, അല്ലേ? ബാക്കി എല്ലായിടത്തും പറയുന്നത് ദൈവത്തെ പരീക്ഷിച്ചിരുന്നാണ്. പക്ഷെ ഒരൊറ്റ സ്ഥലത്ത് ഇതുപോലെ പറയാം, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് പറയാതെ ജോൺസൺ ബ്രദറും ആന്റണി ബ്രദറും എൻ്റെ ഏതോ മകൻ ഉണ്ട് അവരോട് പറഞ്ഞാൽ കാണാം. ഹല്ലേലൂയ. 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 അപ്പൊ നമ്മള് ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴപ്പെടണം. പറഞ്ഞു മനസ്സിലായോ? ഞാൻ നേരത്തെ ചാട്ടവാർ വിധം പറഞ്ഞില്ലേ? അതിനെന്താ കാരണം അറിയാം? ഇത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈശോയെ സ്വീകരിച്ചുണ്ടാവും, അല്ലെ? സ്വീകരിച്ചില്ലേ? ഈശോ സഹായികളുണ്ട് ഇല്ലേ? ഈ സഹായിയാണ് ആര്? നമ്മള്. ഈ സഹായിയാണ് നമ്മള്. എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ ആലയമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കുകാലത്ത് ഞാൻ നമ്മളോട് പറയുന്നത് അത്രമാത്രം വിശുദ്ധിയോടുകൂടെ ഈ ആലയത്തെ നമ്മള് നിങ്ങൾ എൻ്റെ ആലയമാണ്, അല്ലേ? ആ ആലയം നിങ്ങൾ തന്നെ. എങ്ങനെ പറഞ്ഞേ? അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ അവിടെ ഇറങ്ങി ഏകദേശത്ത് നട്ടുച്ചാന്ന് പറഞ്ഞ സമയം ഇപ്പോ, അല്ലേ? പറയേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കേൾക്കുമല്ലോ. ഒപ്പം നിൽക്കുന്നത് ആ ഒന്ന് പറയും രണ്ടാമത് നാവ് അറിയില്ല. അപ്പോ സത്യത്തിന്റെ മുഖം കരുതാൻ പിടികിട്ടില്ല. ഇത്ര നേരം ചെയ്യാൻ വേണ്ടി ചിന്തിക്കുക. ആ നമ്മുടെ അനുഭവത്തിലുള്ള ജീവൻ വേണത്
സെന്റാണ്. നല്ല ആളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യും. അപ്പോ ഇപ്പൊ നിങ്ങള് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് മുകളിലേക്ക് നോക്കുക. എത്ര നേരം നോക്കാൻ പറ്റുമോ? നിങ്ങളൊരു സത്യം മനസ്സിലാക്കിയാൽ നമ്മുടെ രോഗങ്ങള്, നമ്മുടെ നിരാശകള്, നമ്മുടെ എല്ലാ പ്രശ്നവും ഇപ്പൊ പറയുന്നത് നമ്മൾ 4 മണി അല്ലെങ്കിൽ 12 മണി വരെ ബ്രദർ ക്ലാസ് ഇതിന്റെ പോലും ഇതിൽ കൂടുതലായിട്ട് കുറയില്ല. വെള്ളം മാത്രം കുടിക്കുള്ളൂ. ഞാൻ ഡെയിലി ചിക്കനെ മാത്രം കഴിച്ചാൽ ഇഷ്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 30,000 ഭൂമി നോക്കിയിട്ട് കണ്ടെത്തുന്നത്, ഭൂമി നോക്കിയിട്ട് കണ്ടെത്തില്ല. 30,000 ഭൂമിയേക്കാൾ 30,000 ഇരട്ടി വലിപ്പമുള്ളതാണ് സൂര്യൻ. അമ്മേ കണ്ണറിയല്ലോ, അതിന് സംജ്ഞാക്ഷോ. ഭൂമിയേക്കാൾ 30,000 ഇരട്ടി വലിപ്പമുള്ളതാണ് സൂര്യൻ. ആ സൂര്യനെയും ഈ ഭൂമിയെയും ചന്ദ്രനെയും താരാഗണങ്ങളെയും സൗരയൂഥത്തെയും സൃഷ്ടിച്ചവനാണ് ഏതാണ് വിഷ്ണു നീണ്ടുള്ളത്. മറ്റുള്ള ഇരിപ്പോടെ കാണുന്നത് സൂര്യന്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ? കുറച്ചേരം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? എത്ര കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനെ ഇപ്പൊ നമ്മളും സൂര്യൻ തമ്മിൽ കോടാനുകോടി കിലോമീറ്റർ ദൂരത്തിലാണ് നിൽക്കണേ. എന്നിട്ട് ഇവിടുത്തെ ചൂട് നമുക്ക് സഹിക്കില്ല. അവനെ സൃഷ്ടിച്ചവനാണ്. ഈ സത്യം മനസ്സിലാക്കി ക്യാൻസർ രോഗമല്ല, ട്യൂമറല്ല, കരിഞ്ഞു പോയ രോഗമാണ്. ഇവിടെ അതിന് ജലദോഷം തന്നെ എനിക്ക് പേടിയാണ്. വിശ്വാസം നമ്മൾ പറയല്ലേ, യഥാർത്ഥമായ ആഴത്തുള്ള വിശ്വാസം നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മ ഇങ്ങനെ ഒരുമിച്ചത്. ഒന്നാമത് ചെയ്ത എല്ലാവരും നീ പ്രായം തെറ്റിദ്ധരിക്കില്ല. കുറെ കാലത്ത് തോന്നിട്ടില്ല. കുട്ടിയൊന്നല്ല നീ ചിരിച്ചത്. ഏറ്റവും ആദ്യം കുഞ്ഞിനെ ആ എന്ത് ഭംഗിയ ചിരിച്ചു. അത് കേൾക്കുന്നത് ചിരിച്ചു. എന്നിട്ട് ആൾക്കാരെ ചിരിക്കാം. ഇത് അതിന് കാണുമ്പോൾ അങ്ങനെ ഒന്നിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മക്കാരെ കാണുമ്പോൾ നിങ്ങളൊരു സെൽഫ് അറ്റസ്റ്റേഷൻ അറ്റസ്റ്റ് ചെയ്യാൻ വരുന്നത്, ഗസ്റ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യാൻ, ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കൊരു സെൽഫ് അറ്റസ്റ്റേഷൻ വേണം. നമ്മുടെ ഇടവകയിൽ നമ്മൾ ആയിരിക്കുന്നത്. ഇപ്പൊ ഈ ബ്രദറുടെ വന്നപ്പോൾ പ്രത്യേകില്ല, എന്റെ അറ്റസ്റ്റേഷനാണ്. ഇത് വേറെ ഇവിടെ ഇനി ഇതിന് വലിയ ഒരാളൊന്നും കിട്ടില്ല. ആളുടെ അറ്റസ്റ്റേഷൻ ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ. അപ്പൊ ഞാൻ എന്റെ അറ്റസ്റ്റേഷനെ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസാനം അപ്പൊ നമ്മൾ ചെല്ലുന്നിടത്തൊരു പ്രത്യേകത വേണം. അപ്പൊ ആദ്യം ഞാൻ സങ്കീർത്തിക്ക് വെച്ചാൽ ആദ്യം പുറത്ത് തെറ്റി അതോടെ അടുത്തേക്ക് അപ്പൊ വലിയ ഗൗരവത്തിലായിരുന്നു. പിന്നെ ശരി, ഇനി ഇവിടുന്ന് ആരംഭിക്കാൻ ഉപേക്ഷിക്കും. കുറച്ച് പണി ഉണ്ടല്ലോ ഇടവഴിയിൽ. ഞാൻ ഈ വഴി വന്നിട്ട് ഞാൻ ആ വഴി പോലെ പാപ്പിക്ക്. അപ്പോ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്റെ ഉള്ളിലേക്ക് ഇന്ന് എഴുന്നള്ളി വന്ന വ്യക്തി ഈ ഇതൊക്കെ സൃഷ്ടിച്ചവനാണ്, നമ്മയെ സൃഷ്ടിച്ചവനാണ്. അല്ലെ? ഈ ബോധ്യത്തിൽ ഇരിക്കുമ്പോ എങ്ങനെ നിങ്ങൾക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റണേ?
എനിക്ക് ക്ഷീണമില്ലാതിരിക്കുന്ന കാരണം അറിയോ? ഈ സത്യം ഞാൻ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എൻ്റെ ഉള്ളിലെ ആയിരിക്കുന്ന വ്യക്തി ലോകത്തെ കീഴടക്കിയവനും ലോകത്തെക്കാൾ വലിയവനാ, ഇതൊക്കെ സൃഷ്ടിച്ചവനാ അവൻ. പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് അവൻ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ഈ കൊച്ചു ഗോതമ്പത്തിന്റെ രൂപത്തിലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു മാത്രം. മനസ്സിലായോ? ഇതൊക്കെ സൃഷ്ടിച്ചവനായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റിയാണ്. റബ്ബർമാരെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം കേട്ടോ? ആരാധന അബ്രഹാം, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം. അബ്രഹാം ഉൽപ്പത്തി ബൈബിൾ കൊണ്ട് വന്നിട്ടില്ലേ? ബാഗിലില്ല. എന്താ വിളിച്ച ചേച്ചി ഇല്ല. പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവരെല്ലാം ചെയ്യണം. 15 അധ്യായം ഉൽപ്പത്തി 15 അധ്യായം 5 തുടങ്ങിയ വചനം. 15:5 തുടങ്ങിയ വചനം എന്ന് വായിച്ചോറൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോയ്ക്കും നിങ്ങൾക്കും ഇടയിൽ പകർന്നെ ആൾക്ക് പറയാനുള്ള നീ പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യം പറയുന്നു. അപ്പോ അവിടെ വായിച്ചത് എന്താണ്? പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു അല്ലേ? ആണോ? പറയേ. അങ്ങനെ സമ്മതിച്ചാലേ ഞാൻ പിന്നെ മുന്നോട്ട് പോളോ. ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ പറഞ്ഞു. മറ്റ പൂർവ്വകാരായിട്ട് ഞാൻ ചോദിക്കുകയാണ്, അബ്രഹാം നക്ഷത്രം കണ്ടു. ഹരിട്ട് പറയുന്ന അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അതുപോലെ നിന്റെ സന്താനം വരെ അപ്പൊ ഒരു കുട്ടി പോലും സമയത്ത് പറയണേ. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, അബ്രഹാം എണ്ണെടുത്തു? എണ്ണെടുത്തില്ലേ? പിന്നെ എന്തെടുത്ത്? അന്തം വിട്ടു നിന്നോ? എന്ത് വിശ്വസിച്ചു? നിങ്ങൾ വളർത്തു. നമ്മൾ സ്ട്രെച്ച് ആയിട്ടുള്ള ചോദ്യം കണ്ടോ? അതാണ് പറയാ. അങ്ങനെ അങ്ങനെ പറയും. കണ്ടു കണ്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു പിടിക്കില്ല. കണ്ടു അല്ല കണ്ടില്ല. കണ്ടു കണ്ടില്ല. അതെ, ഇത് കണ്ടു എന്നാണ് പറയണേ. അമ്മ പറയണ കണ്ടില്ല. അമ്മ കണ്ടില്ല എന്ന് പറയണേ. അമ്മയുടെ അതിന് ഒരു വ്യത്യാസം. അതിനെന്താ കണ്ടില്ല? അപ്പൊ അങ്ങനെയാണെന്ന് അവിടെ എവിടെയാണ് ചോദിക്കുന്നത്? ഞാൻ പറയുന്ന ഓരോ ആർഗ്യുമെന്റ്സ് വരുമ്പോ അതിന് തെളിവ് വേണ്ടേ? തെളിവിന്റെ ഇപ്പൊ കോടതി തള്ളിക്കളയും. ഇവിടെ നക്ഷത്രം എന്ന് പറയുന്ന രാത്രിയല്ലേ? അല്ലേ? അല്ലേ? ആ കാണുന്ന നക്ഷത്രങ്ങളെ ആ കാണുന്ന എന്ന് പറയും. ആ കാണുന്ന ഇനി അമ്മയുടെ കൂടെ വല്ലവരുണ്ടോ? ഉണ്ടോ? ഈ ഗ്രൂപ്പിൽ വല്ലവരും ഉണ്ടോ? അമ്മ ഈ ഗ്രൂപ്പ് പറഞ്ഞതാണ് അങ്ങനെ പറയാമേ. മൊബൈൽ കയ്യിൽ കൊടുത്താൽ നോക്കിയേ.
ഇതാണ് വലിയ ആളുകൾ നമ്മൾ പേടിച്ചിട്ടാണെങ്കിൽ പറഞ്ഞു. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകരാണ്. അത് മനസ്സിലാകണമെങ്കിൽ എന്റെ കുറച്ച് താഴ്ത്തി വരണം. 12 എന്താ 5-ാം അധ്യായം 5:15 പറയുന്നത്. ആകാശത്തിൽ നോക്ക് എണ്ണെന്ന് പറയണം. 12ലേക്ക് വരുമ്പോഴാണ് എന്താ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അപ്പോ പകരാണ്. പക്ഷേ നമ്മുടെ അബ്രഹാം ദൈവം എന്ത് പറയുന്നു അതാണ്. ദൈവത്തിന് പറഞ്ഞു നീ നിന്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണുന്ന ദേശത്തേക്ക് വരാൻ പറഞ്ഞു. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു? ഏക പകരം എനിക്ക് ബലിയെടുക്കാൻ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു? ഇപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞ 1 മണി രാത്രി 1 മണിയാവാൻ പോകുക അർദ്ധരാത്രി. നിങ്ങളെന്ത് പറയും? എന്താ പറഞ്ഞ അസുഖം. പക്ഷെ അവിടെ ചോദ്യം കാരണം പറഞ്ഞത് ദൈവമാണ്. വിശ്വാസം ഇതാണ് ദൈവത്തിനുള്ള ആഴമായ വിശ്വാസം. മനസ്സിലായോ? ആ ഒരു വിശ്വാസ തലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഒരു അനുഭവം ഞാൻ പറയാം. അട്ടപ്പാടി സിയോ അമ്മേ സാക്ഷ്യം പറയാൻ അനുഭവം സാക്ഷ്യം ഇഷ്ടമല്ല. ഈ മുഖം ഓർമ്മയുടെ ഒരു മുഖം ചോദിക്കട്ടെ. ഒരു തവണ പെട്ടെന്ന് നോക്കിയില്ലേ മനസ്സിൽ അവിടെ കേട്ടിട്ടാണ്. അപ്പോ അട്ടപ്പാടി സിയോൻ ധ്യാനം അട്ടപ്പാടി ഒട്ടായച്ചന്റെ അടുത്തേക്ക് ചോദിക്കുന്നു. ഒരു സഹോദരൻ ഒട്ടായച്ചന്റെ അടുത്തേക്ക് ചെന്നപ്പോ അച്ഛൻ എന്താ മോനെ ആഘോഷിച്ചിരിക്കാൻ എന്താ ഇപ്പൊ ഇടവള്ളിയിലെ സത്സംഗിക്കുന്ന ആൾക്കാര് എന്തെങ്കിലും ഞാൻ പിന്നെ ഒന്നുമില്ല അച്ഛാ, മോന്റെ കല്യാണം നടക്കുന്നില്ല അച്ഛാ. മകന്റെ കല്യാണം 100 ആലോചന ഒന്നും അത് ഇപ്പൊ നടക്കും, ഇന്ന് നടക്കും, നാളെ നടക്കും. അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ അത് പാടും. ഭയങ്കര വിഷമം. മോനെ പ്രായം എന്നെ ഇനി ഒട്ടാലൊരു കാര്യത്തിൽ സമാധാനപ്പെടുന്നുണ്ട്. ആളെ തന്നെ കഴിച്ചു പറഞ്ഞു നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അടുത്ത് തന്നെ നിന്റെ മോന്റെ വിവാഹം നടക്കും. ഉറപ്പാണ്. സന്തോഷമായി ആള് അവിടെ മലയാളം എന്നിട്ട് പോയി നേരെ പോയത്. ആള് നേരെ പോയത് ആള് മനസ്സിലൊരു സന്തോഷമായിട്ടോ മനസ്സിലൊരു ഡേറ്റ് കണ്ടിട്ട് നേരെ പോയി ഒരു ജോലി വെച്ചു. ആള് മനസ്സിലൊരു ഡേറ്റ് കണ്ടു. പറഞ്ഞല്ലോ ഉറപ്പ് പറഞ്ഞല്ലോ. ആള് മനസ്സിലൊരു ഡേറ്റ് കണ്ട് നേരെ പോയി അവിടുത്തെ ഏറ്റവും വലിയ ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റിനെ ഒഴിച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയി നേരെ ബിഷപ്പായിട്ട് പോയി. എന്താ മോനെ അല്ലാതെ മോനെ കാണാനിട്ട് ഇന്ന ഡേറ്റിലേക്ക് കാണാൻ പിതാവ് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ഉടനെ പിതാവ് കയറി നോക്കി. നിനക്ക് ഭാഗ്യമുണ്ട് ഞാൻ ഫ്രീ അല്ല പിന്നെ പോയി എന്നിട്ട് നോക്കോ. പിന്നെ പോയി നേരെ പരിഗണിച്ചു. വീട്ടിൽ വരാതായില്ലോ. നേരെ വീട്ടിലോട്ട് പോയി ഇനി പോകുന്നതിന് സമാധാനമായില്ലേ? ഒക്കെ സമാധാനമായി. ഞാൻ പോയി ആളെ ക്ഷണിച്ചു. ഞാൻ പിതാവിനെ കണ്ടു. പിതാവിനെ ക്ഷണിച്ചു. പിതാവ് എന്തായാലും വരാത്തുണ്ടാകുന്ന പിതാവ് എന്തായാലും വരാറുണ്ട്. ഞാൻ ക്ഷണിക്കാൻ വേണ്ടി വന്നത് അച്ഛനും വരണം. അപ്പൊ പെണ്ണോ പിതാവ് വഴി കൊട്ടാരത്തിന് വലിയ ആള് വഴി പെണ്ണോ
പക്ഷേ നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ട് നമ്മൾ പൊട്ടന്മാരാകുന്നത് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കി അതേ സമയത്ത് ആ മകൻ വിവാഹം നടന്നു മാത്രമല്ല അത് അക്ഷയത്തിലെ സാക്ഷിപ്പെടും. ഇതാണ് വിശ്വാസം. ഇതാണ് വിശ്വാസം. മനസ്സിലായോ? ആ ഇവിടെ ഞാൻ ഒപ്പിച്ചാലും വിശ്വാസം പോയാലും ആ 12-5 രണ്ടാള് താരിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ പറയുമോ? ഈ ഒരു വളവിലേക്ക്, ഈ ഒരു വിശ്വാസത്തിന്റെ അളവിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ഹബക്കൂക്ക് പ്രവാചകൻ 3:14 പറഞ്ഞത്. എന്താ പറഞ്ഞേ? അത്തിവൃക്ഷം എല്ലാം പ്രതികൂല, എല്ലാം പ്രതികൂല അല്ലേ? അതിലെന്തെങ്കിലും കൂടെയുണ്ടോ? ഉണ്ടോ? പറയാതെ എന്താ അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരി ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആരെ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നീ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നീ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, നീ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. റൂഫസിനും അവരുടെ അമ്മയ്ക്കും വന്ദനം പറയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആത്മീയപ്രദം പറഞ്ഞതാണ് 5-ാം സ്ഥലത്ത് വിശ്വസിക്കുക, കണ്ണുമൂട്ടി വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ പ്രധാന കാരണം നമ്മൾ ഈ കണ്ണുമൂട്ടിയുള്ള വിശ്വാസം നമുക്ക് ഇല്ല. നമുക്ക് തോമാസിയുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുമൂട്ടിയുള്ള വിശ്വാസമാണ് ദൈവസന്നിധിയിൽ വേണ്ടത്. കാരണം വചനം എന്ന് പറയുന്നത് വള്ളിയോ പുള്ളിയോ മാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പാതി നോമ്പ്, നിരന്തരയിലെ പാതി നോമ്പ്
നോമ്പല്ലേ? അതെ. പാതി നോമ്പല്ലേ? അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളുടെ അടുത്ത്, എന്റെ സഹപ്രവർത്തകരാണ് നിങ്ങൾ. വ്യവസായി ആരോ വ്യവസായി ഞാൻ ഒത്തിരി കൂട്ടായ്മയിൽ കൂടുതൽ ആളായതുകൊണ്ട് പറയാം, കൂട്ടായ്മകളിൽ അടി. പഴയ ലീഡർ പുതിയ ലീഡർ അംഗീകരിക്കുക. എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ ഇത് കുറെ കണ്ടതാ, കുറെ കാലം ഈ കയ്യിലെത്തും കൊണ്ട് നടക്കും. അവർക്ക് പുതിയ വന്നപ്പോ പുതിയ നിയമങ്ങൾ അപ്പോൾ കണ്ടിട്ടില്ല. പലർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വിശ്വാസമാണ് കൂട്ടായ്മയില്. പിന്നെ എന്റെ കൂട്ടായ്മ വളരെ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനൊക്കെ പരിഹാരം കാണേണ്ട ആ തെറ്റുകൾ മനുഷ്യൻ പറ്റും. നമ്മുടെ ദൈവമല്ലോ, തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അപ്പോ അതുകൊണ്ട് നമ്മൾ ഈ തെറ്റുകൾ തിരുത്തേണ്ട ഒരു സർവീസിന്റെ സമയമാണ് ഈ അനുഭവം. തെറ്റുകൾ പറ്റും. അപ്പൊ ആ തെറ്റുകൾക്ക് നമ്മൾ അത് പരിഹാരമായി നമുക്ക് സഹായിച്ചൊരുങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധാത്മാവ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സക്കാരികളാണ്. കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഈശോ അസാധ്യമായിട്ട് ലൂക്കാവിന്റെ 37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനസ്സിലായോ? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ പിച്ചി പുള്ളി മാറ്റിക്കൊണ്ട് കൂട്ടായ്മയിലൊക്കെ കൊടുക്കുന്നത് അവളെ നോക്കി ശരിയില്ല. അവൾ നോക്കിയപ്പോ ഒരു ഗൗരവം ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചപ്പോൾ ചിരിച്ചില്ല. ഇങ്ങനെ നിസ്സാര കാര്യത്തിന് വന്ന കൂട്ടായ്മയുടെ പ്രശ്നം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാല് തന്റെ ഇടമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള. കാരണം ക്ഷമ എന്ന് പറയുന്നത് പരാജയമല്ല, വിജയമാണ്. അതുകൊണ്ട് അവൻ കുരിശിൽ കിടന്ന് അവൻ നിലവിളിച്ചില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നീ നിലവിളിക്കരുത്. കാരണം നിന്റെ വീട്ടിൽ നിലവിളി ഉയരില്ല. അവൻ തന്റെ പറഞ്ഞിട്ടുള്ള പണിയാ ക്ഷമിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും നോക്കിയത് പറ്റിയില്ല, പറഞ്ഞത് പിടിച്ചില്ല. അതിന് പറഞ്ഞേ ചേർത്ത് നിർത്തി കാലിനെ ചുമച്ച ദൈവം. തന്റെ ഇടമുള്ള ദൈവം. അതുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞേ, ഇവർ ചെയ്യുന്നതെന്ത് ഇവരോട് ക്ഷമിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അറിയോ? ഈ പരിശുദ്ധാത്മാവ് അറിയണം. ദൈവപുത്രനാണ് പരിശുദ്ധാത്മാവ്. ത്രിത്വത്തിലെ മൂന്നാമൻ പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത്രത്തോളം അറിയാം. ഈ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത വ്യക്തി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും അവൻ പുരിയില്ല. കാരണം ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് തുടങ്ങുമ്പോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോ നമുക്ക് ആദ്യം കിട്ടുന്ന കാര്യമാണിത് ധൈര്യം. ഭയം വിട്ടുപോകും. നമ്മളിന്ന് ഭയം വിട്ടുപോകും. നിങ്ങൾ ആ
പോയി. അപ്പോഴാണ് 4:13 പറഞ്ഞത്. പറഞ്ഞ് പത്രോസിനെയും യോഹന്നാനെയും ധൈര്യം പേടിച്ചില്ല. ഇതിന് മുമ്പ് ഒളിച്ചിരുന്നവർ അല്ലേ? ഇത്ര നേരം ഇവരെ പേടിച്ച് ഒളിച്ചിരുന്നവർ ആരുടെ മുമ്പിലാണ് പേടിച്ച് ഒളിച്ചിരുന്ന? അവരുടെ മുമ്പിൽ തന്നെയാണ് വന്ന് പറയുന്നത്. അവരുടെ ധൈര്യം കാണുകയും അവർ വിദ്യാധീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഇടവകയില്, നമ്മുടെ ഇളവള്ളി ദേശത്ത് ഒരു കുടുംബമൊക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ഈ നിമിഷം മുതൽ അനുസരിച്ചു കൊള്ളാം. എന്നെയും എന്റെ കുടുംബത്തെയും ഞങ്ങളുടെ കൂട്ടായ്മയെയും ഞങ്ങളുടെ സബ്സോണിനെയും ഞങ്ങളുടെ വൈദികരെയും ഞങ്ങളുടെ സമർപ്പിതരെയും ഞങ്ങളുടെ ഈ ദേശത്തെയും പരിപൂർണമായി ഇതാ നിന്റെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും നിന്റെ കരങ്ങൾ സ്പർശിക്കണമേ. ദിവ്യ സക്രാരിൽ നിന്ന് നിന്റെ ശക്തി അയക്കണമേ. അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും വർഷിക്കപ്പെടാനായി ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരെ വിളിച്ച് ആരാധിക്കാം. ഈശോയ്ക്ക് നമ്മൾ ശക്തമായിട്ട് കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഇവിടെ ഈ സംസ്ഥാനങ്ങളുടെ കോർ ടീം അംഗങ്ങളൊന്നും ഒക്കെ നടക്കുന്ന പോലെ നമുക്ക് ഓമന ചേച്ചി ആ കാര്യത്തിനെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു കാര്യത്തിനും ഒരു കുറവുണ്ടായില്ല. നമുക്ക് രാവിലെ 8:15 അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും സജീവമാണ്. ഇവിടെയുള്ളവരെല്ലാവരും ചേർത്ത് വെയിറ്റിംഗ് ഡെസ്ക് ഒക്കെ എടുത്തിട്ട് കാര്യങ്ങൾ തയ്യാറാക്കി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം മനോഹരമായി. തുടക്കത്തിൽ കറണ്ട് പോകുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അത് അച്ഛനൊരു വെഞ്ചരിച്ചൊന്ന് പ്ലസ് ചെയ്തപ്പോൾ അവിടെ കറണ്ട് വന്നു. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എല്ലാം ഭംഗിയായി കണ്ടു. അപ്പം ഇവരുടെ പേരിൽ ഞാനിപ്പോ ഇനി എല്ലാം ഓരോരുത്തരും നന്ദി പറയാനായിട്ട് അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പേരുകൾ അവർക്ക് അറിയുന്നു വരില്ല. അതുകൂടി ചേർത്ത് വെച്ചാണ് ഞാൻ തന്നെ മയക്ക് പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അവരോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് കടന്നു വന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തത് നമ്മുടെ ജോജു ഡേവിഡ് തിരുത്തിപ്പറമ്പ്, നമ്മുടെ മറ്റത്തിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട്. ബ്രദർ വളരെ മനോഹരം. നിങ്ങൾ കണ്ടോ, ഡാനിയൽ ഫാസ്റ്റിങ്ങിലാണ്. ഡാനിയൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, 21 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. അതിന് ഭയങ്കര ശക്തിയുണ്ട്. ദാനിയേൽ നമ്മൾ തുടക്കത്തിൽ ഇന്ന് ദാനിയേലിന്റെ കാര്യം പറഞ്ഞാണ് സ്തുതിപ്പ് നമ്മൾ ആരംഭിച്ചത്. ആ ബ്രദർ പിന്നെ അതിനോട് കണ്ടിന്യൂ ചെയ്തിട്ടാണ് മറ്റു ശുശ്രൂഷകൾ കടന്നു പോയത്. ആ ബ്രദർ നമുക്ക് എല്ലാ കാര്യത്തിലും ഒത്തിരി നമ്മളെ സഹായിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് വന്ന് എല്ലാ കാര്യം മനോഹരമാക്കിയിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ ജോജി ബ്രദറിനെ ശക്തമായിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇത് ഗാനങ്ങൾ ആലപിക്കാനായിട്ട് ഞാൻ ആ സഹോദരന്റെ നമ്പർ പോലും എന്റെ കയ്യിലില്ല. ബിജു ബ്രദർ എന്നെ സഹായിച്ചത് നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന സനോജ് ബ്രദറാണ്. ഞാൻ പെട്ടെന്ന് ഇവിടെ നമുക്കൊരു ശുശ്രൂഷയ്ക്ക് പാടാനുള്ള ആൾ വേണമെന്ന് പറഞ്ഞപ്പോ സനോജ് ബ്രദറിനോട് ചോദിച്ചു. സനോജ് ബ്രദർ പറഞ്ഞു എനിക്ക് അന്നൊരു ശുശ്രൂഷയുണ്ട്, ഞാൻ ആളെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച് ബിജു ബ്രദറിനെ നന്ദിക്കുന്നു. എത്ര ദൂരെന്നറിയോ ആ ബ്രദർ വന്ന് നമ്മോടൊപ്പമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളോടുകൂടി നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. ശക്തമായിട്ട് നമുക്ക് കരുതാൻ. പ്രിയപ്പെട്ടവരെ, ഈ പള്ളി നമുക്ക് കിട്ടിയാലല്ലേ ഇവിടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു പെർമിഷൻ തരണ്ട്. അത് മേടിച്ചെടുക്കുന്നത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫ്രാങ്ക്ലിൻ കണ്ണനാക്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇവിടെ ഈ ഇടവക്കാരോടും പ്രത്യേകിച്ച് അച്ഛനോടുള്ള കടപ്പാട് വലിയ കടപ്പാടാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഇടവകയിലുള്ള പ്രത്യേകിച്ച് വികാരിച്ചിനോടും ഇവിടെയുള്ള ഇടവകാംഗങ്ങളോടും വളരെ അതുപോലെ തന്നെ ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചുക്കാൻ പിടിച്ച ഭക്ഷണം വിളമ്പാനും സഹായിക്കാനും ഒക്കെ നടത്തിയ എല്ലാ കാര്യങ്ങളും ചെലവൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന നമ്മുടെ ഓമന ചേച്ചി ടീം നമുക്ക് ശക്തമായിട്ട് നമുക്ക് ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ തൃശ്ശൂര് അവിടുത്തെ കോർഡിനേറ്റേഴ്സ് പേര് ചൊല്ലി വിളിച്ച് അന്ന് ഇവിടെ
ഈശോയെ. ഞങ്ങളെല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും മഹനീയമായ ശ്രേഷ്ഠതയോടുകൂടെ തിരഞ്ഞെടുത്തുകൊണ്ട് അനേകരിലേക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഇന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്ന പുനതമ്പുരാനെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ഇടവകകളിലേക്ക്, കൊറോനയിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ലോകം മുഴുവനിലേക്ക് യേശുവിനെ പകർന്നു കൊടുക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി പൂർത്തിയാക്കുവാൻ വേണ്ട വലിയ കൃപ ഈ നോമ്പ് കാലഘട്ടത്തിന്റെ രൂപയോട് ചേർന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സയ്യോനുശാലയിൽ ധ്യാനിച്ചിരുന്ന സ്ത്രീഹന്മാരുടെ മേലറിവ് നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ കാലെടുത്ത് വയ്ക്കുന്ന ഓരോ ചുവടുകളിലും അങ്ങയുടെ സംരക്ഷണത്തിലൂടെ മുന്നേറിക്കൊണ്ട് ഈശോ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും നിങ്ങൾക്ക് നൽകണമേ. കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് ഈശോ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ജീവൻ വെടിഞ്ഞു പോലും സ്നേഹിക്കുവാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടായാലും ഈശോയെ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനങ്ങളെ സ്വീകരിച്ച് അങ്ങ് നൽകിയ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം യാത്ര ചെയ്യുവാൻ, കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഈശോയുടെ സ്വന്തമാക്കി തരുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.